ഇതെങ്ങനെ ശരിക്കും പരിപാടി കൊള്ളാമല്ലോ എന്നൊക്കെ ചില പാട്ട് കേൾക്കുമ്പോൾ ഗൂസ് ബംസ് ഒക്കെ ഇതെന്താ സംഭവം, രോമാഞ്ചം. സാധാരണ ഭയങ്കര എനർജി സോങ് ഒക്കെ ചെയ്യുമ്പോൾ സീറ്റിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിന്ന് പോകും. ഭയങ്കര എനർജി ആയിട്ട് നമ്മൾ തുള്ളി തുള്ളി ചെയ്യും. ഞാൻ ഭയങ്കര തുള്ളി ചെയ്ത ഒരു ട്രാക്കാണ്. ആ പടം ഭയങ്കര ചാലഞ്ചിങ് പടം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റ്, ആ ഡയറക്ടർ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഡയറക്ടർ. മനുഷ്യരാജ് ഭയങ്കര ബ്രില്യൻറ്റ് റൈറ്ററും കൂടെയാണ്. പുള്ളിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ കാണാൻ കൂടെ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒപ്പിക്കാനൊന്നും പറ്റില്ല, പുള്ളി കട്ടടിച്ച് വയ്ക്കും. എനിക്ക് പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്, അതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അതെൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇതേപോലെ ക്ലാസ്സിലൊക്കെ പോകുന്ന മുമ്പ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാമുകൾക്ക് വേണ്ടി. അന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സോ ഞാനൊരു 6 മണിക്ക് പോയി അവരുടെ വഴിയിൽ ഞാൻ സൈക്കിളൊക്കെ ഓടിച്ച് അവിടെ പോയി നിൽക്കും, നല്ല പാടത്തിൻ്റെ ഇടയ്ക്ക്. സോ അപ്പോൾ നമുക്കിതറിയാം, ഈ ഫീലിംഗ് ഒക്കെ അറിയാം. ഇനിയിപ്പോൾ ഒരു 40 വർഷത്തിന് ശേഷം പ്രേമം 2 ഉണ്ടാവുകയാണെങ്കിൽ ഇനിയിപ്പം ഇവൻ്റെ കുട്ടി വരട്ടെ, അവരെന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും അഭിനയിച്ചാൽ മേ ബി ദാറ്റ് വിൽ ബി മേക്കിംഗ് മോർ സെൻസ്. അപ്പോൾ പക്ഷേ രാജേഷിൻ്റെ മ്യൂസിക് ചെയ്യണം ഉറപ്പായിട്ടും. അന്ന് ഞാൻ ചെറുപ്പമായിട്ടിരുന്ന ഉറപ്പായിട്ട്. ഏത് സോങ് ഇറക്കിയാലും ആൾക്കാരോട് പ്രേമം കൊണ്ടുവരുന്ന ദ കൾട്ട് അല്ലെങ്കിൽ ഐക്കോണിക് മ്യൂസിക് കമ്പോസർ രാജേഷ് മുരുകേശനാണ് നമ്മുടെ ഒപ്പം ക്ലബ് FM-ൽ. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് പെറ്റ് ഡിറ്റക്റ്റീവ്, പ്രൊഡ്യൂസറിൻ്റെ പടമായതുകൊണ്ടാണോ അതിൽ ഡാൻസ് കളിച്ചത് പുതിയ വീഡിയോയിൽ? ഞാൻ ചോദിച്ചു മേടിച്ചത് ഓഫറാ. ഏത് ഡാൻസാ? അതെ, എനിക്ക് ഡാൻസ് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആണോ, നിനക്ക് ഡാൻസ് കളിക്കാൻ ഞാൻ സ്ഥലം തരൂടാ, നീ ഡാൻസ് കളിക്കും എന്നിട്ട് ഞാൻ കയറിയതാ. പെറ്റ് ഡിറ്റക്റ്റീവ് ഈ പ്രോജക്റ്റ് നോക്കുവാണെങ്കിൽ 3 പാട്ടുകൾ ഇറങ്ങി, 3 ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുക. ഈ പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടായി? ഈ പ്രോജക്റ്റ് ഭയങ്കര ധൈര്യമുള്ളൊരു പ്രോജക്റ്റായിരുന്നു. പ്രൊഡ്യൂസർ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസർക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് എങ്ങനെ വേണമെന്നൊക്കെ പുള്ളിക്ക് നല്ല ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തയൊക്കെ ഉള്ളതാണ്. നമുക്ക് സ്ഥിരം പരിപാടിയൊന്നും വേണ്ടടാ എന്നൊക്കെ പറയാൻ ധൈര്യമുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു. സോ പുള്ളി പെട്ടെന്ന് പ്രൊഡ്യൂസറാവും, പെട്ടെന്ന് ആക്ടറാവും, പെട്ടെന്ന് ഫ്രണ്ടാവും. സോ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. ബട്ട് ഇറ്റ് വാസ് കംഫർട്ടബിൾ. ഇപ്പോൾ നമുക്കിതിലെ കാസ്റ്റിലേക്ക് പോകണമെങ്കിൽ പടത്തിൻ്റെ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ലീഡിങ് ആക്ടേഴ്സും മ്യൂസിക് ഡയറക്ടറും ഒരു പ്രേമം റീയൂണിയൻ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ പ്രൊമോഷനിൽ സിജു വിൽസനും വന്നായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ 3 പേരായിട്ട് റീയൂണിയൻ കൂടിയ പോലെ തോന്നിയാ? കുറച്ചൊക്കെ കഥയ്ക്ക് ഇതിന് ഒത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ അന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നിക്കുക എന്ന് പറയുന്നതിനൊരു വ്യത്യാസം ഇറ്റ്സ് വ്യത്യാസമില്ല, അത് സെയിം തന്നെയാണ്, ഡിഫറൻസ് തന്നെയാണ്. സോ അത് എല്ലാവരും കൂടെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പറയുമ്പോൾ ഒരു സുഖമുണ്ട്. പടത്തിൻ്റെ ലിറിക്സിലേക്ക് പോകണമെങ്കിൽ അദ്രിജോ ലിറിസിസ്റ്റ്, അദ്രിഫൈഡ് ലിറിക്സ്, അദ്രിജോ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അദ്രിയായിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. അദ്രി ഞാനും ചെന്നൈയിൽ വീട്ടിൽ സ്റ്റുഡിയോയിൽ ഒരു 10 days സ്പെൻഡ് ചെയ്തു. ആ 10 daysൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏറെക്കുറെ പാട്ടുകൾ ഇതിൻ്റെ ഒക്കെ തീർത്തിരുന്നു. ആ 10 days ഭയങ്കര എപ്പിക് 10 days ആയിരുന്നു. ഓൾമോസ്റ്റ് വി സ്പെൻഡ് ഞങ്ങൾ ഔട്ട് ഓഫ് ദി ബോക്സ് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്രി ഈസ് എൻ ഐഡിയ ബോക്സ്. അദ്രി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നു, അദ്രി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, അദ്രി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഇറ്റ്സ് വെരി ഫൺ. അദ്രി ഈസ് ഓൾവേസ് സൂപ്പർ മാജിക് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് അദ്രി വന്നിട്ട് പോകുമ്പോഴത്തേക്കും അദ്രിയുടെ ചില തമാശകളൊക്കെ ഞാൻ വീട്ടിലടിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അയ്യോ ഐ ഗോട്ട് അദ്രിഫൈഡ്. അങ്ങനെ അദ്രിഫൈഡ് ലിറിക്സ് നല്ലതായിരിക്കും. എനിക്കത് ഓൾറെഡി അദ്രിഫൈഡ് ഹി ഹാസ് ബീൻ യൂസിങ്, അങ്ങനെ തന്നെ ഇടാം, അദ്രിഫൈഡ് ലിറിക്സ് തന്നെ ഇരിക്കട്ടെ. അതാണ് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. യെസ്. ആസ് എ വർക്ക് ചെയ്യുമ്പോഴും പുള്ളി ഇങ്ങനെ തന്നെ ആയിരുന്നാ? റീലിൽ കാണുന്ന പോലെയാണ് റിയലിലും അദ്രി? അവൻ ഒന്നാണ്, ആൾക്ക് അവിടെ ഇവിടെയൊക്കെ സെപ്പറേറ്റ് ഒന്നുമില്ല. ഹീസ് ജസ്റ്റ് 1 person, 1 entity. അദ്രി ഈസ് എൻ എൻറ്റിറ്റി. അടിപൊളി. അദ്രിയുടെ ഇൻപുട്ട് ആൻഡ് അദ്രിയുടെ എനർജി ഈസ് ടു ഗുഡ്. അദ്രിക്കും വലിയ പേടിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്കും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവൻ കൈവിട്ട് ലിറിക്സ് ഒക്കെ എഴുതും, അതുകൊണ്ട് നമുക്ക് കൈവിട്ട് ചിന്തിക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് ഡയറക്ടറിനൊപ്പം ഇരിക്കുമ്പോൾ എങ്ങനെയാണ്? ഡയറക്ടർ ആദ്യം നമ്മളോട് പറയുമോ, നമുക്ക് വിട്ടു തരുമോ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്ടറിനൊപ്പം ഇരുന്ന് ഇത് ഓക്കെയാണ് അല്ലെങ്കിൽ ഇത് ഓക്കെ അല്ല, അങ്ങനെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ നടക്കാറുണ്ടോ? ഈ പടത്തിൽ കുറച്ച് ഡയറക്ടർ കുറേ കൂടെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടേക്കായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പുള്ളി വിട്ടു എന്നാണ് എനിക്ക് വിശ്വാസം. പുള്ളിക്കൊരു മിനിമം ക്ലാരിറ്റി ഉണ്ട്, പിന്നെ മിനിമം ട്രസ്റ്റ് ഉണ്ട് നമ്മുടെ മേത്ത്. മിനിമം ഇവൻ മോശമായിട്ട് ചെയ്യില്ലടാ, ഇവൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നിട്ട്. അപ്പോൾ നമ്മൾ പല ഐഡിയാസ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ പിക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ഓക്കെ ഇതിരിക്കട്ടെ അല്ലെങ്കിൽ അതിരിക്കട്ടെ എന്ന് വി ഡിസൈഡഡ്.
ഡയറക്ടറുടെ ഇൻപുട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഒരു കൈവിട്ടിട്ട് ഇത് വർക്കാവും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട് 2-3 കാര്യങ്ങൾ. സോ ഐ തിങ്ക് അത് ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. അതൊരിക്കലും ഡയറക്ടറിൻ്റെ പടമാണ് അവർ ഷർഫിൻ്റെ പടമാണ് അങ്ങനെ നല്ലാതെ എല്ലാവരുടെയും പടമായിരുന്നു. ഈ പടം പ്രത്യേകിച്ച് പെറ്റ് ഡിറ്റക്റ്റീവ് ഇത് എനിക്ക് ഇങ്ങനെ വേണം ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് അങ്ങനെ ചെയ്യണോ എന്നാൽ ചെയ്തോടാ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ടീമായിരുന്നു ഫുള്ളായിട്ട്. ആദ്യം ഇപ്പോൾ ഡയറക്ടറാണ് അല്ലെങ്കിൽ ഷർഫാണോ വന്നത്? എനിക്ക് ഫസ്റ്റ് വന്നത് ഷർഫാണ്. ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാ ഇതാണ് പരിപാടി എന്നും പറഞ്ഞിട്ട് ഇവർ നേരത്തെ എഴുതുന്നത് ഞാൻ അറിയുന്നുണ്ട്. പണ്ട് തൊട്ടേ ഒരു 2018-19 തൊട്ട് ഇവർ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നൊരു ഐഡിയ ഉണ്ടെന്ന് ഇങ്ങനെ കുറച്ചായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ അവരവരുടെ തിരക്ക് അനുസരിച്ച് ഇവർ വേറെ കാര്യങ്ങൾ ബിസി ആവുക. അതൊക്കെ കഴിഞ്ഞ വർഷമായപ്പോഴത്തേക്ക് അതങ്ങനെ ഒരു മൂർധന്യാവസ്ഥ എത്തിയെന്ന് തോന്നുന്നു. നമുക്ക് ഈ പടം എടുത്തേ പറ്റും, ശരിയാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വിളിച്ചപ്പോഴത്തേക്കും അത് ഞാൻ റെഡി എന്നും പറഞ്ഞു. പിന്നെ അതിൽ ആദ്യത്തെ ഒരു ട്രാക്ക് ചെയ്തു, ഒരു തീം പോലെ ഒരു ട്രാക്ക് ചെയ്തു, അത് ഇറങ്ങിയിട്ടില്ല. അത് ചെയ്തിട്ടാണ് അപ്പോൾ അത് കുഴപ്പമില്ല, ദിസ് ഇസ് ഓൺ എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്തു, എനിക്ക് ഫീൽ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഹാപ്പൻഡ്. അടിപൊളി. ഇപ്പോൾ തിയേറ്ററിൽ റെസ്പോൺസ് എങ്ങനെയുണ്ട് കണ്ടിട്ട്? തിയേറ്റർ നല്ല ചിരിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ആൾക്കാർ ഒരു എഫേർട്ട് ഇടാതെ പടം കാണണം എന്നായിരുന്നു ആഗ്രഹം. അതായത് ഈ സ്ക്രീൻ പ്ലേ ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഇതിന് കഥ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് കഷ്ടപ്പെടുക, അങ്ങനെയൊന്നും വേണ്ട. ചുമ്മാ കണ്ട് എൻജോയ് ചെയ്യട്ടെ, ഫ്രീ മൈൻഡിൽ എൻജോയ് ചെയ്യട്ടെ. അത് ഈ പടത്തിൽ നിന്ന് ടേക്ക് അവേ ആയിട്ട് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നല്ല ദേ ഹാഡ് എ ഗുഡ് ടൈം ഫോർ 2 hours, അതാണെങ്കിലും മതി. അതായിരുന്നു അടിപൊളി. ഷർഫുദ്ദീനായിട്ട് ഈ വർഷത്തെ 2ാമത്തെ കൊളാബാണ്. ഇതിന് മുന്നേ ഒരു ഫാന്റസി ഫിലിം വന്നായിരുന്നു, പടക്കളം, വിസില് ബിഗില്. അതിൻ്റെ ഒപ്പം തന്നെ കാലം ഈ പടക്കളം. ആ പടം ചെയ്യുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസാണ് ഫേസ് ചെയ്തത്? ആ പടം ഭയങ്കര ചാലഞ്ചിങ് പടം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റ്, ആ ഡയറക്ടർ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഡയറക്ടർ. മനുഷ്യരാജ് ഭയങ്കര ബ്രില്യൻറ്റ് റൈറ്ററും കൂടെയാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ കാണാൻ ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒപ്പിക്കാനൊന്നും പറ്റില്ല. പുള്ളി കറക്റ്റായിട്ട് ചോദിക്കും. സോ എനിക്ക് അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര ടഫാണ്. എന്നുവെച്ചാൽ ഇവർ സ്വാപ്പായി കഴിഞ്ഞിട്ടുള്ള മ്യൂസിക്കാണ് കുറച്ച് പാട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തപ്പോൾ ഓരോരുത്തർക്കും തീമായിട്ട് ചെയ്യാം. സോ ഇപ്പോൾ അവരവരുടെ പോർഷൻ വരുമ്പോഴത്തേക്കും അവരവരുടെ മ്യൂസിക് പ്ലേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ഈവൻ മോർ കൺഫ്യൂസിങ് ആണ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇത് ആരുടെ മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷർഫിൻ്റെ അകത്താര, അല്ലെങ്കിൽ സന്ദീപിൻ്റെ അകത്താര, സുരാജേൻ്റെ അകത്താര എന്നുള്ളത് ഓർത്ത് വെച്ചോണ്ടും ഒരു ഓഡിയൻ കണ്ടോണ്ടിരുന്ന ഓഡിയന് പ്രാന്താവെന്ന് മനസ്സിലായി. ഭയങ്കര സീരിയസ് സീനായിരിക്കും. ഇതിപ്പോൾ ആരാ പറഞ്ഞു വരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും അത് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ആ സീനിൽ നിന്ന് പുറത്തേക്ക് വരും. സോ അതുകൊണ്ട് അവിടെ മാത്രം കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് കളിക്കേണ്ടി വന്നു. അതായത് അവർ ചെയ്യാനുള്ളത് അവർ അഭിനയിക്കുന്നുണ്ട്, അതിന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുക. ഒരു ടെൻഷനാണ് എന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ മാത്രം കൊടുക്കുക. ഇവിടെ ഒരു ബിൽഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ബിൽഡപ്പ് മാത്രം കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് ഒരു സ്ക്രിപ്റ്റ്, ഒരു മ്യൂസിക് സ്ക്രിപ്റ്റിങ് അവിടെ പോയി. മറ്റപടി ഭയങ്കര ഫൺ പ്രോജക്റ്റായിരുന്നു. ശരി, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത ആളാരാണ്, അതുവരെ ശ്രദ്ധിച്ചിട്ട് വേണമായിരുന്നു മ്യൂസിക് അതിൽ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസ് ഓരോ ആൾക്കാരായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. ചിലവർക്ക് സന്ദീപായിട്ടായിരിക്കും, ചിലവർക്ക് ഷർഫായിട്ടായിരിക്കും, അല്ലെങ്കിൽ സുരാജായിട്ടായിരിക്കും. അപ്പോൾ ഇവർ സ്വാപ്പായി കഴിയുമ്പോഴത്തേക്കും ഇവർ തന്നെയാണ് അകത്തിരിക്കുന്നത്, ഇവരെങ്ങാണ് അഭിനയിക്കണം. ലൈക്ക് എന്തെങ്കിലും ഒരു ചോദ്യം, എനി ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ഈ പടത്തിൽ നിന്ന് പുറത്തേക്ക് വരും. കട്ടാവും. ഇതിന്ന് കട്ടായിട്ട് നമ്മൾ പുറത്തുനിന്ന് കണ്ടു തുടങ്ങിയ പടം ഇത് ഒട്ടും ലോജിക്കില്ലല്ലോ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും വർക്കാവില്ല. അത് പിന്നെ അവർ പിന്നെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ഫോഴ്സ്ഫുൾ കാര്യത്തിലേക്ക് അവർ എത്തും. സോ അത് നമ്മൾ ഫ്രീ ആയിട്ട് അതുകൊണ്ട് അവിടെ മാത്രം നമ്മൾ കുറച്ച് സെൻസിറ്റീവായിട്ട് സെക്കൻഡ് ഹാഫ് മാത്രം സെൻസിറ്റീവായിട്ട് വർക്ക് ചെയ്തു. ഫസ്റ്റ് ഹാഫ് ആ പടത്തിൻ്റെ സ്ട്രേറ്റ് വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡയറക്ടർ തന്നെ പറയണം, പുള്ളി കൃത്യമായിട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്, ഇവിടെ ഇയാളാണ് ശരിക്കും മെയിൻ കഥാപാത്രം. ഇവർ 3 പേരാണെങ്കിലും സുരാജേട്ടനാണ് മെയിൻ, അല്ലെങ്കിൽ ഷർഫാണ് മെയിൻ, അല്ലെങ്കിൽ സന്ദീപാണ് മെയിൻ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ക്ലിയർ ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ ഇയാളെ നോക്കാൻ പാടുള്ളൂ. സോ ഐ തിങ്ക് അതൊക്കെ കൂടെ ചേർത്ത് വന്നപ്പോൾ ആ പടം വർക്കായി. എനിക്ക് അതിന്റെ ക്ലൈമാക്സിലാണ് നല്ലോണം വർക്കായത്. ആ ഒരു പാട്ടിന്റെ ഒപ്പം പോകുന്നുണ്ടല്ലോ, ആ കൊണ്ടുവന്ന രീതി അതിന്റെ ലാസ്റ്റ് അവർ എത്തുമ്പോൾ. അപ്പൊ എനിക്ക് ക്ലൈമാക്സിന്റെ സാധനം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പാടായിരുന്നോ? ക്ലൈമാക്സ് ആ പാട്ട് ഒരു 2-3 വട്ടം ചെയ്ത് 3ാമത്തെ 4ാമത്തെ ട്രാക്കായിട്ടാണ് ഇത് വർക്കായത്. ചെയ്ത് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് മറ്റേ നേരം സിനിമയിൽ തകതക പോലെ ഉണ്ടല്ലോ എന്ന് ഞങ്ങൾ ആലോചിച്ച്. പക്ഷേ ഡയറക്ടർക്ക് അത് ഓക്കെ ആയിരുന്നു. ഡയറക്ടർ അല്ലെ അതിപ്പോൾ ഇരുന്നോട്ടെ, ഇപ്പം എന്താ കുഴപ്പം. അതെ, ഇവർ ഡാൻസ് ചെയ്യുന്നു, ഇവർക്കൊരു അത് സ്ക്രിപ്റ്റിലും ഉണ്ടായിരുന്നു. അവരൊരു ക്ലാസിക്കൽ ഡാൻസ് എപ്പുറത്ത് ചെയ്യുന്നത്. ഇവിടെ ഫൈറ്റ് നടക്കുന്നു, ഇവിടെ ഈ ബോർഡ് ആരുടെ കയ്യിൽ പോകുന്ന ആ ഡ്രാമ നടക്കുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റും ഉണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള മാജിക്കും ചെയ്യണം. ആൻഡ് ഈ ലാസ്റ്റിൽ
ഇത് ഭയങ്കര ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യണം, ഒരു ഭയങ്കര ഒരു പീക്കിലേക്ക് പോകണം എന്നുള്ളതൊക്കെ ആ സ്ക്രിപ്റ്റിലുണ്ട്. സോ അപ്പോൾ നമ്മൾ പീക്കിലേക്ക് എങ്ങനെ കൊണ്ടുപോകും നോക്കുമ്പോഴത്തേക്കും അതിനെനിക്ക് ഗായത്രി രാജീവ് എന്നൊരു സിംഗർ കുട്ടിയുണ്ട്, വെരി വണ്ടർഫുൾ സിംഗർ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാനിത് കൊടുത്തിട്ട് കുറച്ച് ആലാപനയും കുറച്ച് ഗമുഖങ്ങളൊക്കെ ഒന്ന് പാടി വെച്ച് തരണേന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ലാസ്റ്റ് ആ മറ്റേ കവടി എറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആലാപനയും കാര്യങ്ങളൊക്കെ ആ പുള്ളിക്കാരി പാടിയതാണ്. ആ പുള്ളിക്കാരി പാടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഈ പാട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ടതല്ലേ. എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ആ പുള്ളിക്കാരിയോട്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ എസെൻസ് ശരിക്കും. ആ പുള്ളിക്കാരി ഷീ ആക്ച്വലി ടുക്ക് ഇറ്റ് ഔട്ട്, ദെൻ വി എക്സിക്യൂട്ടഡ്. അങ്ങനെയാണ് ആ മാജിക് വർക്ക് ആയത്. ആക്ച്വലി എനിക്ക് വേറൊരു സാധനം കാണിക്കാനായിരുന്നുണ്ടായത്. ആക്ച്വലി ഈ ഒരു മീമാണ് എനിക്ക് കാണിക്കാനുണ്ടായത്. I realized that in the last 7 years. വരും. ഈ മീമിൽ ഇപ്പൊ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഈ വാക്ക്. ഐക്കോണിക് പാട്ട്, രാജേഷിന്റെ ഐക്കോണിക് മ്യൂസിക് ഇപ്പൊ റീലിൽ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാണാറുണ്ട് ആക്ച്വലി, റീൽസിലൊക്കെ വരും, കാണും. ഇങ്ങനെ മീം കാണുമ്പോ എന്ത് തോന്നും? മീമാണ് എന്ത് തോന്നും? എല്ലാവർക്കും there is still hope in love എന്നാണെങ്കിൽ തോന്നാം. ഇപ്പോഴും കാമുകന്മാരും കാമുകികളൊക്കെ ഉണ്ട്. ഓക്കെ, വേൾഡ് ഇസ് ഗുഡ്. അത്ര മോശമൊന്നുമല്ല. ആ വാക്കിനിപ്പോ ഒരു നല്ല അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടാണ് ശബരീഷ് എന്തോ പറയുന്നുണ്ടായിരുന്നു, ലാസ്റ്റ് മൊമെന്റിൽ എഴുതിയതാണ് ഈ പാട്ട്. ശരിക്കും സത്യമായിരുന്നു, ലാസ്റ്റ് മൊമെന്റിലാണ് ഇതിന്റെ മലരെ നിന്നെ കാണാതിരുന്നാലെന്നുള്ളത് ഷൂട്ടിന് ഒരു 2-3 ദിവസം മുമ്പാണ് കംപ്ലീറ്റ് ആവുന്നത്. തെളിമാനം ആ പോർഷൻ ആദ്യം തീർത്തു. അത് ആദ്യം കമ്പോസ് ചെയ്ത് തുടങ്ങിയ ഫസ്റ്റ് ഒരു 1 വീക്കിൽ തന്നെ അവൻ എഴുതി, അവൻ തന്നെ പാടി ഞങ്ങൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് കമ്പോസ് ആയി കഴിഞ്ഞിട്ട് ആള് ഷൂട്ടിനും കയറി. അപ്പോൾ അവൻ കിടക്കാൻ വരുന്നതും ഒക്കെ ഓൺ ആൻഡ് ഓഫ് ആയി. പെട്ടെന്നൊരു ദിവസം അവൻ എന്നെ വിളിച്ചിട്ട്, അളിയ നീ സ്റ്റുഡിയോയിലുണ്ട്, ഞാൻ വരാം. വന്നിട്ട് നേരെ ഞാൻ ഉണ്ട് വാ എന്ന് പറഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ ബാക്കി എഴുതിയിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തോന്നിയതാണ്. രാവിലെ പെട്ടെന്ന് എണീക്കുന്നൊരു വ്യക്തി എണീറ്റിട്ട് ഒരു 6:30 5:05 എണീക്കും. അപ്പം ഫ്രഷ് ആയിട്ട് അത്രയും ദിവസം ആലോചിച്ചൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു പെട്ടെന്ന് എഴുതും. ഇതാണ് ആളുടെ ലിറിക്സ് മെയിൻലി ഞാൻ കണ്ടേക്കുന്നത്. എനിക്ക് മെയിൻ പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല, എൻ്റെ മനസ്സിലത് അങ്ങനെയാണ്. ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ രാവിലെ എണീറ്റിങ്ങനെ കട്ടപ്പെട്ടപ്പെടാന്നങ്ങ് എഴുതും. അതുവരെ ആള് മനസ്സിലിങ്ങനെ എഴുതി വെട്ടി അപ്പം എഴുതുന്നത് കറക്റ്റായിട്ടാണ് എഴുതുക. ആ നേരെ വന്നിട്ട് അത് നേരെ പാടി. അത് ഷൂട്ടിന് 2 ദിവസം മുമ്പായിരുന്നു, 2-3 ദിവസം മുമ്പ്, ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. അത് ഓർമ്മയുണ്ട്. അപ്പോഴാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഹെക്റ്റിക് ആയിരിക്കുമല്ലോ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ. എനിക്കൊന്ന് അത് ആ ടൈം നമ്മൾ അലൗ ചെയ്യണം. അത് ആ സമയം നടക്കുന്നുണ്ട്, ലാസ്റ്റ് മിനിറ്റ് ആണ്, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് നടക്കുന്നുണ്ട്, ഓക്കെ, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഓക്കെ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം അത് അനുവദിക്കുക. അങ്ങനെ അത്രേ ഉള്ളൂ. അതിന് നമ്മൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 10 വർഷമായിട്ടും ആൾക്കാർക്ക് മടുത്തില്ല ആ പാട്ട് കേട്ടിട്ട്. അപ്പോൾ ആ ഒരു ആൽബമിൽ രാജേഷിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണ്? എനിക്ക് പതിവായി ഞാൻ വിളിക്കാണാൻ പോകാറുണ്ട്. അതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ആ ആൽബത്തിൽ നിന്ന് അതെൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇതേപോലെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുന്ന മുമ്പ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാമുകൾക്ക് വേണ്ടി. അന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരേ ട്യൂഷൻ ക്ലാസ് ആ ട്യൂഷൻ ക്ലാസ്സിൽ പോകാമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്ത ആളാണ്. സോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച് പോകണം. അപ്പോൾ രാവിലെ 6:30 എന്തോ ആണ് ട്യൂഷൻ. ഞാനൊരു 6 മണിക്ക് പോയി അവരുടെ വഴിയിൽ ഞാൻ സൈക്കിളൊക്കെ ഓടിച്ച് അവിടെ പോയി നിൽക്കും, നല്ല പാടത്തിൻ്റെ ഇടയ്ക്ക്. സോ അപ്പോൾ നമുക്കിതറിയാം, ഈ ഫീലിംഗ് ഒക്കെ അറിയാം. എൻ്റെ ഒരു 25 ഇയേഴ്സിൽ ഞാൻ ചെയ്യുന്നത്. സോ എനിക്കും അതൊക്കെ ഭയങ്കര ഫ്രഷ് മെമ്മറീസാണ്. സോ അത് ഭയങ്കര രസമായിട്ട് ചെയ്തത്. ആ സീൻ കണ്ടപ്പോൾ തന്നെ ഇത് ഞാൻ തന്നെ ഇത് എൻ്റെ ഏരിയ, എനിക്കറിയാവുന്നത് അങ്ങനെ. ബട്ട് ബാക്കിയൊക്കെ ശബരിയുടെ എഴുത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തത ചെയ്ത്. ഇപ്പം അതിലെ ഏറ്റവും ഫേവറേറ്റ് തീം എന്ന് വെച്ചാൽ വയലിൻ തീമായിരുന്നു. അത് ഇപ്പോഴും മോസ്റ്റ് ഫേവറേറ്റ് ആണ് മിക്കവരുടെയും വയലിൻ തീം. അത് ആക്ച്വലി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ആ ഒരു മാജിക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്? കുറച്ച് സാഡായ പോർഷൻ ആണ്, പക്ഷേ എൻ്റെ മനസ്സിൽ അതിന് സാഡല്ല. പക്ഷേ വാട്ട് ഇഫ് ഈ മലർ ടീച്ചറിനെ എപ്പോൾ വേണമെങ്കിലും ഓർമ്മ വരാം. അപ്പോൾ ഈ ഓർമ്മ വരാം എന്നുള്ളൊരു ഹോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും വരും, പക്ഷെ ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ വന്നാലോ അപ്പം അതിന് ശരിക്കും എന്താ പറ്റിയത്, പക്ഷെ അന്ന് വരാതിരിക്കാൻ ചാൻസ് ഇല്ല. വന്നു, പക്ഷെ ഇപ്പം എന്താ ഇല്ലാത്ത ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക. അതിൻ്റെ ഒരു അൺകംഫർട്ടബിലിറ്റി ഉണ്ടാക്കാമായിരുന്നെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആള് ഇതോടെ തീർന്നു, ജീവിതം തീർന്നു എന്നുള്ള രീതിയിൽ ചെയ്യരുത്. അങ്ങനെയല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗോവിന്ദിനെ വിളിച്ചിട്ട് ഗോവിന്ദിന് ട്രാക്ക് അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വന്നു. ഗോവിന്ദ് ഒരു ഫസ്റ്റ്
ഒരു 2 ടേക്ക് റാൻഡമായിട്ട് വായിച്ചു. അപ്പോഴാണ് ശരിക്കും എനിക്കും സ്റ്റുഡിയോയിലെ എഞ്ചിനീയർക്കും ഗോവിന്ദിനും മനസ്സിലായത്, ഓ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ അത് ഭയങ്കര ഹെവി ആയിരുന്നത്. അത് ഗോവിന്ദും കൂടെ വായിക്കുമ്പോൾ ഭയങ്കര ഹെവിയാണ്. ഗോവിന്ദ് ഓൾറെഡി ഒരു ഭയങ്കര ഒരു ഹെവി മനസ്സുള്ളൊരു വ്യക്തിയാണ്. പുള്ളി അത് വായിക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഹെവിയായി, സ്റ്റുഡിയോ തന്നെ ഹെവിയായി. ഒരു 20 മിനിറ്റ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തുള്ളൂ, പെട്ടെന്ന് തീർന്നു വന്നു. അത് ബാക്കി വയലിൻ പോർഷനൊക്കെ ഗോവിന്ദിൻ്റെ മനസ്സിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ ഗോവിന്ദ് എന്നൊരു വ്യക്തിയുടെ, ഒരു മ്യൂസീഷ്യനോ ഒരു കലാകാരനോ ഒരു മനുഷ്യൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് അത് മാറി. ഞാനതിന് അതുപോലെ അങ്ങ് എടുത്തു. ഓക്കെ, ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ 2-3 ഇൻപുട്സ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. ശരിക്കും മാജിക്, ഇപ്പോഴും ആ മാജിക് ഉണ്ട്. കാരണം അതിനൊപ്പം തന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക് ആക്ച്വലി ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്യണത്? സോങ് ക്രിയേറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണോ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചുകൂടെ എൻജോയിങ്ങും എളുപ്പമാണ്. എളുപ്പമെന്നതിനേക്കാളും നമുക്കറിയാം നമ്മളെങ്ങടെ വണ്ടി എങ്ങോട്ടാ പോകണമെന്നറിയാം. മറ്റേത് മാപ്പ് മാത്രമേ ഉള്ളൂ, നമ്മൾ പിന്നെ ഒരു അഡ്വഞ്ചറാണ്, ഇരുട്ടത്ത് തപ്പുന്ന പോലെ. ചിലപ്പോൾ മുട്ടിയെ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. സോ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റിയ സോങ്സ് വേറൊരു ഇതാണ്. സോങ് അപ്പോൾ എൻജോയ് ചെയ്യാൻ കുറച്ച് ടാസ്ക് എന്ന് വെച്ചാൽ അത് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ആ സോങ്ങിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് അനുവദിക്കുക. അതായത് ഡയറക്ടറിനെ ഇഷ്ടപ്പെടണം എന്ന് മാത്രം വിചാരിച്ച് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ പാട്ട് വർക്കാവില്ല. ഓർ ഈ പാട്ട് എങ്ങനെയെങ്കിലും വർക്കാവണമെന്ന് വിചാരിച്ച് ചെയ്താലും വർക്കാവില്ല. സോ അതിനുവേണ്ടി ഞാൻ കാമാണെന്നുള്ളൊരു പ്രോസസ്സാണ് 2-3 ദിവസം ഞാൻ കാമാണ്. സോ അതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര റെയറായിട്ടേ ഉള്ളൂ ഇരുന്ന ഉടനെ തന്നെ ട്രാക്ക് ക്ലിയർ ആവുക. ചിലപ്പോൾ ഒരു 1 or 2 days നമ്മളിങ്ങനെ എടുത്തെടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും, അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ തോന്നിയാൽ സോങ്സ് വിൽ മേക്ക് മോർ സെൻസ്. പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കോറിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്ന് വെച്ചാൽ അവിടെ സീനുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ആ സ്ക്രീനിലുണ്ട്, ഇവർ അഭിനയിച്ചിട്ടുണ്ട്. അവർ അത് സീരിയസ് ആണോ, അവർ തമാശയാണോ, ലവ് ആണോ, ടെൻഷനാണോ, ത്രില്ലാണോ, എല്ലാം അതിലുണ്ട്. അത് നമുക്ക് കൺവേ ചെയ്താൽ മതി. മറ്റേത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇമാജിനറി ആയ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ മ്യൂസിക്കിൽ കൂടെ ആ ഒരു സോങ്ങിൽ കൂടെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതൊരു യാത്രയാ. അത് ഫണ്ണായിട്ട് എടുക്കാൻ നിന്നാൽ ഇറ്റ് ഈസ് വെരി നൈസ്. അല്ലെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കുക അതിൻ്റെ അകത്തോട്ട് കയറാൻ. ഇപ്പോൾ എൻജോയ് ചെയ്യണ അപ്പോൾ സ്കോറാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ടൈമിൽ എത്രത്തോളം പ്രഷർ ഉണ്ടാവും സ്കോർ കമ്പോസ് ചെയ്യാൻ? പ്രഷർ എപ്പോഴും ഡെലിവറിയുടെ പ്രഷറാണ് കൂടുതൽ. അത് ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ പെഡ് ഡിറ്റക്റ്റീവിൽ അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല. മറ്റു പടങ്ങളിലൊക്കെ അത് പ്രഷർ നോർമലാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കുറച്ച് പടം ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എപ്പോഴും ആ ഒരു പ്രഷറുണ്ട്. അത് നമ്മൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നമ്മൾ അതെന്തുകൊണ്ടാണ് ഒരു പ്രഷർ ചെയ്യുന്നതൊക്കെ വഴക്കുണ്ടാക്കി നിന്നാലോ അല്ലെങ്കിൽ അതിനോർത്ത് സങ്കടപ്പെടാൻ നിന്നാലോ സങ്കടപ്പെടാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. സോ ഇറ്റ്സ് ദാറ്റ്സ് നോ പോയിന്റ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണത്? അപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുക. ഇതുവരെ നന്നായിട്ടുണ്ട് എന്നൊരു ധൈര്യം കൊടുത്താൽ അവർ കുറച്ചും കൂടെ ഫ്രീ ആവും. കുഴപ്പമില്ല, മര്യാദ ചെയ്യുന്നതെന്നുള്ളൊരു തോട്ട് വന്നാൽ ഐ തിങ്ക് അത് തന്നെയാണ് നമ്മളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ടൈം എടുത്താലും മര്യാദ വരുന്നതെന്ന് തോന്നുന്നു എന്നുള്ളൊരു തോന്നൽ വന്നാൽ തന്നെ നമുക്ക് സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ അവർ കുറച്ചും കൂടെ ഇനിത്തെ സമയമൊന്നും പറ്റില്ല എന്നുള്ളത് പറഞ്ഞാലും നമുക്ക് കുറച്ചുകൂടെ എടുക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വർക്ക് ഐഡിയ കറക്റ്റായിട്ട് വരുന്നതെന്ന് ഫീൽ ചെയ്യിക്കണം. അതാണ് നമ്മുടെ ജോലി. ഐ തിങ്ക് ഫീൽ ചെയ്യണം. നമുക്ക് ഫീൽ ആയാലും നമ്മളും ഇവരെ കാണിക്കത്തുള്ളൂ. സോ നമുക്ക് ഫീൽ ചെയ്യണം ഫസ്റ്റ്. കാമായിട്ടപ്പോൾ എങ്ങനെ ഇരിക്കും? കാമായിട്ട് നമ്മൾ ഇരുത്തുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചില സമയത്ത് ഇപ്പോൾ ചില ദിവസമൊക്കെ 2-3 ദിവസമൊക്കെ ചുമ്മാ സ്റ്റുഡിയോയിലിരിക്കും, ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇന്നേ വിചാരിക്കും ഞാൻ നാളെ രാവിലെ എണീക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇന്നോട്ടേ ഞാൻ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ വലിയ കോൾസ് ഒന്നും എടുക്കില്ല, വലിയ സിനിമ കാണലോ വലിയ റീൽസ് കാണലോ ഒന്നും ഉണ്ടാവില്ല. ഞാനായിട്ട് ചുമ്മാ നേരത്തെ പോയി കിടക്കും. ഞാൻ എന്നെ തന്നെ എൻ്റെ ഒരു സോണിലേക്ക് ഞാൻ പതുക്കെ കയറും. അങ്ങനെ നേരെ രാവിലെ എണീറ്റിട്ട് നേരെ പല്ലൊക്കെ തെച്ച് നേരെ സ്റ്റുഡിയോ പോയിരിക്കും. നമ്മളിതാണ് ചെയ്യാൻ പോകുന്നത് 3 ദിവസമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. സോ അത് അവിടെ തന്നെ വരും. അപ്പോഴത്തേക്കും വിൽ ബി റെഡി ടു എക്സിക്യൂട്ട് ഇറ്റ്. പിന്നെ തോന്നുന്നു മ്യൂസിക് നമ്മളിൽ കൂടെ വരികയാണ്, നമ്മൾ ചെയ്യുന്നില്ല, നമ്മളൊന്നും ചെയ്തില്ല എന്നാണ് ചിലപ്പോൾ എനിക്ക് തോന്നാറ്. നമ്മളിലൂടെ മ്യൂസിക് ഉണ്ടാവുന്നു. അപ്പോൾ അതിനെ നമ്മൾ നല്ലൊരു ടൂളായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും, അതിൻ്റെ കാംനെസ് നമ്മൾ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നാണ്. ഒരു ലെവൽ വരെ കുറച്ച് സ്പിരിച്വലാണത്. എന്ന് വെച്ചാൽ ഏറെക്കുറെ ഞാൻ അങ്ങനെ കാണുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ചിലവർക്ക് അത് ഭയങ്കര ഗെയിമാണ്. ഇറ്റ്സ് ലൈക്ക് എ ഗെയിം. അതായത് ഇത് പ്രോബ്ലമാണ്, ഇത് സോൾവ് ചെയ്യാം, പ്രോബ്ലമാണ് സോൾവ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ വലിച്ചിട്ട് പോരാ, അത്രയും പോരാ. അപ്പോൾ അവർക്ക് അങ്ങനെ ചിന്തിക്കാം.
സോ ഇറ്റ്സ് അപ് ടു ഹൗ വി ടേക്ക് ഇറ്റ്. അപ്രോച്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണ് ആക്ച്വലി മ്യൂസിക്കിലേക്ക് തന്നെ വന്നത് രാജേഷ് ബ്രോ? അത് ഞാൻ ഡാൻസ് സ്കൂളിൽ സ്കൂളിൽ ഭയങ്കര ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ കുറേ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. എൻ്റെ ചേട്ടൻ ഭയങ്കര പാട്ട് പ്രേമിയായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ചെറുപ്പം മുതലേ വീട്ടിൽ പുതിയ പുതിയ കാസറ്റുകളൊക്കെ വരിക, നമ്മൾ മിക്സ് ടേപ്പുകളൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ട്. സോ ഞാൻ കുറേ ഇരുന്ന് കാസറ്റ് കേൾക്കും, CD കേൾക്കും. ആ വളർന്നു വരുന്ന ടൈമിൽ ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു ടൈം ആയപ്പോഴത്തേക്കും ഇതെങ്ങനെ ശരിക്കും പരിപാടി കൊള്ളാമല്ലോ എന്ന് വെച്ചാൽ ചില പാട്ട് കേൾക്കുമ്പോൾ ഗൂസ് ബംസ് ഒക്കെ വരും. ഇതെന്താ സംഭവം, ഇതെന്താ രോമാഞ്ചോ, ഓക്കെ. പക്ഷേ വാട്ട് ഈസ് മ്യൂസിക് ഡൂയിങ് എന്ന് വെച്ചാൽ മ്യൂസിക്കിലെ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, അതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതായത് ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ ശരി നോക്കുന്നു. പിന്നെ ഒരു ടൈമിൽ എനിക്കിത് പഠിക്കണം. പിന്നെ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ റീമിക്സ് ഒക്കെ ചെയ്യായിരുന്നു 11th വെച്ച്. അത് ശരി. കാസറ്റില്ല അന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു സൗണ്ട് ഫോർജ് എന്നും പറഞ്ഞിട്ട് റേഡിയോയിലൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഒരു കാലം വരെ. ഇപ്പം ഇല്ല. അപ്പോൾ സൗണ്ട് ഫോർജിൽ സ്റ്റീരിയോ പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇട്ടിട്ട് ഞാൻ വേറെ ഇഷ്ടമുള്ള ബീറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട് അതിൽ ഞാൻ ചെയ്യാറ്. അങ്ങനെ ഞാൻ ഒരു ടൈറ്റാനിക്കിൻ്റെ ഒരു റീമിക്സ് ചെയ്തിട്ടുണ്ട്. അത് ശരി. ടൈറ്റാനിക്കിൻ്റെ ഒരു ഡപ്പങ്ക് തൊടുന്നുണ്ട്. ഒരു പണ്ട് ഇറങ്ങിയതാണ്, നമ്മുടെ 6600 കാലം. ആ ടൈമിൽ ഞാൻ സ്കൂൾ ടൈമിൽ ബ്ലൂടൂത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, ആ ടൈമിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കിടപ്പുണ്ട്, നെറ്റിൽ കിടപ്പുണ്ട്. ബട്ട് അങ്ങനെ കുറച്ച് അതൊക്കെ കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്കും തോന്നി ഓക്കെ മ്യൂസിക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഓഡിയോ എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്തു. ഇവിടെ തന്നെ ചെന്നൈയിൽ ഓഡിയോ എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്ത്. അതെ. എന്നിട്ട് പിന്നെ നേരെ ഇവിടുത്തെ സിനിമയിലേക്ക് വന്നു. അവിടെ ചെയ്തപ്പോഴും ഞാൻ സിനിമയിൽ വരണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഞാൻ മ്യൂസിക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ഇരുന്നാൽ മതി, സ്റ്റുഡിയോയിലോ റെക്കോർഡിംഗ് എഞ്ചിനീയറായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആവണമെന്നൊന്നും അന്ന് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷേ അന്നത്തെ കോളേജ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി നല്ല മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ റെക്കോർഡിങ്ങിൽ ഞാൻ പോയിരിക്കും. അപ്പോൾ ഒരാൾ ഗിറ്റാറിസ്റ്റ് ആയിരിക്കും, ഒരാൾ ഡ്രമ്മർ ആയിരിക്കും. ഇവരുടെ റെക്കോർഡിങ്ങിൽ ഇരിക്കെ എനിക്ക് എൻ്റെ ഒരു ഇത് മനസ്സിലായത്, ഇതാണ് ഒരു മ്യൂസിക് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് കണ്ടപ്പോഴാണ് നമുക്കൊന്ന് കമ്പോസ് ചെയ്ത് നോക്കാം, നമ്മുടെ മ്യൂസിക് എങ്ങനെ ഇരിക്കും, നമുക്കൊന്ന് ട്യൂൺ ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും എന്നുള്ള രീതിയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ശ്രമിച്ച് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ കുറച്ച് കോളേജ് പ്രോജക്ട്സ് ഒക്കെ അപ്പോൾ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അൽഫോൺസിൻ്റെ ഒക്കെ അപ്പോഴാണ് കോളേജ് പ്രോജക്ട്സ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഓക്കെ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ വഴി അങ്ങനെ വന്നതാണ്. അല്ലാതെ സിനിമ ചെയ്യണം, അൽഫോൺസിന് ആ വിഷനുണ്ട്. അവൻ സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. അൽഫോൺസും ഈ പറഞ്ഞ ഷർഫുദ്ദീനൊക്കെ എങ്ങനെയായിരുന്നു പരിചയം? അൽഫോൺസ് വഴി തന്നെ. അൽഫോൺസ്, ശബരീഷ്, കിച്ചു ഇവര് MES മർമള്ളിയിൽ പഠിച്ചവരാ. ആൻഡ് ഇവരുടെ ഒരു കോമൺ മീറ്റ് സ്പോട്ട് ഉണ്ടായത് ഗോബൂസ് ചായക്കട ആലുവ. ഈ ഗോബൂസിൽ അങ്ങനെ അവിടെ കുറച്ച് പേര് വരുന്നുണ്ട്. അതിൽ ഷറഫുണ്ട്. ഇവർ സ്കൂൾ ആൻഡ് കോളേജ് ഫ്രണ്ട്സ് ആണോന്ന് എനിക്കറിയില്ല. സിജു ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇവർക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഞാൻ ഷറഫല്ലല്ലോ ഈ ആലുവ ബെൽറ്റിലേക്ക് ഞാൻ വരുന്ന കോളേജ് ഇവരൊക്കെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര പാഷനറ്റായ കുറേ വ്യക്തികൾ. നേരത്തെ ഇപ്പോൾ ചെന്നൈയിൽ വെച്ചായിരുന്നു കണ്ടോ? ചെന്നൈയിൽ വെച്ചാണ് ഫസ്റ്റ് അൽഫോൺസിനെ മീറ്റ് ചെയ്യുന്നത്. ചെന്നൈയിൽ വെച്ചിട്ടാണ് അൽഫോൺസിനെയും ശബരീനെയും പരിചയപ്പെടുന്നത്. പിന്നെ നിവിൻ അപ്പോൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഓർമ്മ. നിവിനിപ്പോൾ ചെന്നൈയിലേക്ക് വരും. അങ്ങനെ ഞങ്ങൾ നേരം ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിന് നിവിൻ പ്രൊഡ്യൂസറായിരുന്നു. ശബരി നിവിൻ്റെ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതി ആയിരുന്നു വട്ടിരാജയുടെ റോള് അപ്പോൾ ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത് ശരി. ആൻഡ് കിച്ചു ആയിരുന്നു അതിൻ്റെ ക്യാമറ. പിന്നെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും പല പല റോൾസൊക്കെ മാറി. അപ്പോൾ ഇവരിൽ നിന്ന് ഈ ആലുവ ബെൽറ്റിൽ നിന്ന് ഓരോരുത്തരും നോക്കുവാണെങ്കിൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോരുത്തരും ഭയങ്കര ഡ്രൈവുള്ളവരായിരുന്നു. അതിലിപ്പോൾ അൽഫോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷണറിയാണ്. എന്താണ് അവൻ്റെ ചെറിയ ഐഡിയ തന്നെ വലിയ എക്സിക്യൂഷൻ്റെ രീതിയിലാണ് ആളുടെ ചെറിയ ഐഡിയാസ്. അത് ഭയങ്കര എപ്പോഴും ഐഡിയാസ് മാത്രമേ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അൽഫോൺസ്. അത് ഭയങ്കര ഇൻസ്പയറിങ് ക്യാരക്ടറാണ്, ഇൻസ്പയറിങ് ട്രേറ്റാണ്. നിവിൻ എല്ലാവർക്കും ആ ഡ്രൈവ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനത്തെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റർമെൻറ്റ് ചെയ്യാനുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ. ഗോസിപ്പുകൾ കുറവും, ഐഡിയാസ് കൂടുതലും. എടാ നീ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്യും, നീ അതും കൂടെ ചെയ്യും, നീ അങ്ങനത്തെ എനിക്ക് ഇതും കൂടെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനത്തെ ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ ഷറഫിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ ഭയങ്കര കമൻറ്റബിളാണ്. അതെ, ഷറഫ് അന്ന് ട്രാവൽസ് അങ്ങനത്തെ ഒരു
ഒരു ജോബ്, ഒരു പാഷനറ്റ് ഡ്രൈവിംഗ് ജോബിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ സീസൺസ് ഇന്ത്യ എന്നൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ നിന്ന് പുള്ളി അതൊരു കമ്പനി ഒരു നിലയിലാക്കുന്നതിൻ്റെ പാരലലി ആക്ടിങ് പാഷൻ പുള്ളി ചെയ്തു. ഇന്ന് പുള്ളി ഒരു പ്രൊഡ്യൂസറായി. സോ എല്ലാവരും ഈക്വലി ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഐ തിങ്ക് അത് വലിയ കാര്യം തന്നെ. ഇനി ഞാൻ ഒരു ഓഡിയോ കേൾപ്പിക്കാം. ഓക്കെ, അത് ഇവിടുത്തെ അല്ല, തമിഴ്നാട്ടിൽ തന്നെ കേട്ടോ. And my music director Rajesh, editor Alphonse, and my cinematographer Manikantan. മനസ്സിലായി. Okay, so ഈ ഓഡിയോ വന്നത് ആക്ച്വലി കാർത്തിക് സുബ്ബരാജ് ഒരു തമിഴ് പരിപാടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഈ കാർത്തിക് സുബ്ബരാജ് അത് ചെന്നൈയിലെ വേറൊരു ബെൽറ്റ്, ഇവരായിട്ട് എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അപ്പോൾ നേരം നമ്മൾ വിജയ് സേതുപതി ആയിരുന്നു അതിൻ്റെ വട്ടിരാജ. അപ്പോൾ അങ്ങനെ നമുക്ക് വിജയ് സേതുപതി അറിയാം. അപ്പോൾ ഈ നാളികേക്കനർ എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു എഡിറ്ററെ വേണമെന്ന് ഉള്ള രീതിയിൽ വിജയ് സേതുപതി അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിന് ഒരു എഡിറ്ററായിട്ട് ഈ അൽഫോൺസ് നന്നായിട്ട് എഡിറ്റ് ചെയ്തെന്ന് വിജയ് സേതുപതി പറയുന്നു. അങ്ങനെ അൽഫോൺസ് ആണ് ഫസ്റ്റ് അവിടെ പോകുന്നത്. അപ്പോൾ കാർത്തിക് സുബ്ബരാജ്, വിജയ് സേതുപതി, മണികണ്ഠൻ, മറ്റേ ഇപ്പോൾ കടേസി വ്യവസായി എൻ്റെ ഒക്കെ കാക്കാമുട്ടയുടെ ഒക്കെ ഡയറക്ടർ. അപ്പോൾ പുള്ളി ക്യാമറമാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അൽഫോൺസ് എഡിറ്ററായിട്ടാണ് കയറുന്നത്. അവിടെ പോകുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അൽഫോൺസ് എന്നെ വിളിച്ചിട്ട് എടാ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, നീ വരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർത്തിക് സുബ്ബരാജ് ഇവരുടെ സ്റ്റോൺ ബെഞ്ച് ഓഫീസ് ഉണ്ടായിരുന്നു കോടമ്പാക്കത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നു. അവിടെ പോകുമ്പോഴത്തേക്കും ഇതിലും വലിയ പാഷനറ്റായ കുറച്ച് പേര്, അതായത് കാർത്തിക് സുബ്ബരാജ് അവിടെ UK ലണ്ടനിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് വന്നേക്കാണ് പടം പിടിക്കാൻ. സോ അതൊരാൾ. ഇവിടെ മണികണ്ഠൻ എന്നൊരു വ്യക്തി, പുള്ളി ബൈക്ക് മെക്കാനിക്കായിരുന്നു. ഫോട്ടോഗ്രാഫി ഇത് ആഗ്രഹം കൂടിയിട്ട് മൈൻഡ് സ്ക്രീൻ അല്ലേ നമ്മുടെ രാജീവ് മേനോൻ സാറുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് മൈക്കൊക്കെ പണിയൊക്കെ വിട്ടിട്ട് പുള്ളി ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പുള്ളി ഗോൾഡ് മെഡലിസ്റ്റ് ഒരാൾ. അങ്ങനത്തെ ഭയങ്കര വേരിഡായ വേറെ പാഷൻ. ഇവരൊക്കെ വന്നിട്ട് ഇരിക്കുന്നു. ഇവരും എപ്പോഴും സിനിമ വലിയ ചർച്ചകൾ ഇൻ്റർനാഷണലി അങ്ങനെ കൊണ്ടുപോകാം, അങ്ങനത്തെ ചർച്ചകൾ മാത്രമുള്ള ഭയങ്കര ബ്രൈറ്റ് മൈൻഡ്സ്. അപ്പോൾ അങ്ങനെ കാർത്തിക് സുബ്ബരാജിൻ്റെ ആ അപ്പോൾ കാർത്തിക് സുബ്ബരാജിനെ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യണം. അതുപോലെ ഞങ്ങൾ പുള്ളി റെപ്രസെൻ്റ് ചെയ്യണം. പുള്ളിയാണ് അതിൻ്റെ മെയിൻ കണ്ടസ്റ്റൻ്റ്. അപ്പോൾ ഞങ്ങൾ ബാക്കിലുണ്ട്. അപ്പോൾ ബോബി സിംഹ, വിജയ് സേതുപതി, അൽഫോൺസ്, ഞാൻ, മണികണ്ഠൻ. അപ്പോൾ ആ ക്ലിപ്പ് അതിൻ്റെയാണ്. അതിൻ്റെ രാജാറാണി എന്നും പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം പുള്ളി ചെയ്തിരുന്നു. അതിൻ്റെ മ്യൂസിക് ചെയ്തിരുന്നു. അപ്പോൾ അതിന് അൽഫോൺസും ഉണ്ടാവും, എനിക്കൊന്ന് വിജയ് സേതുപതിയും ബോബിയും ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ആ മേമിൻ്റെ കഥ. അങ്ങനെ വിജയ് സേതുപതിനെ ആക്ച്വലി എങ്ങനെ പരിചയപ്പെട്ട? പുള്ളി അക്കൗണ്ടന്റ് ആയിരുന്നല്ലോ പുറത്ത്. പുള്ളി അക്കൗണ്ടന്റ് ആയിരുന്നു. പുള്ളി ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട് പുള്ളിയും എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇത് ആരെ എങ്ങനെയാണെന്നുള്ളത് എനിക്കിപ്പോഴും ക്ലിയർ അല്ല. പക്ഷേ ഞങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇവഞ്ച്വലി എത്തി. അതിൻ്റെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, നല്ല സിനിമ ചെയ്യാം, അതിൻ്റെ ഒരു ഭാഗം, അങ്ങനത്തെ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ കാർത്തിക് സുബ്ബരാജിൻ്റെ ഫസ്റ്റ് പടം പുള്ളി ആക്ച്വലി ജിഗർദണ്ഡായിരുന്നു ഫസ്റ്റ് പടമായിട്ട് ചെയ്യാനിരുന്നത്. അത് പിച്ചിങ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനായിരുന്നു മ്യൂസിക് ഡയറക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അട്ടക്കത്തി എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പാരഞ്ജിത്തിൻ്റെ ഫസ്റ്റ് പടം. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും പുതിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളിയെടുത്ത് പോയിട്ട് കഥ പറഞ്ഞപ്പോഴത്തേക്കും നിൻ്റെ ഫസ്റ്റ് പടമായിട്ട് നീ ഇത് ചെയ്യേണ്ട, നീ ഒരു കുഞ്ഞു പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് വിജയ് സേതു വെച്ചിട്ട് കാർത്തിക് സുബ്ബരാജ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിയുടെ കണ്ടീഷൻ, അത് എൻ്റെ കൂടെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, അയാളെ ഇതിൻ്റെ മ്യൂസിക് ചെയ്യുള്ളൂ. അപ്പോൾ അട്ടക്കത്തിയുടെ മ്യൂസിക് ചെയ്തത് സന്തോഷ് നാരായണനാണ്. അപ്പോൾ സന്തോഷ് നാരായണനാണ് പിസ്സയുടെ ഇതിലേക്ക് വന്നത്. പിന്നെ അവർ നല്ലൊരു കോംബോ ആയി മാറി. അവരുടെ തന്നെയാണ്. ഞാനും സന്തോഷ് നാരായണൻ ഒത്തിരി അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വെരി ഗുഡ്. സോ ഇതാണ് ഗ്രോത്ത്. വിളിക്കാറുണ്ടോ? അപ്പോൾ വിളിച്ചാൽ എടുക്കും. നമ്മളങ്ങനെ വെറുതെ കുശലം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും ഭയങ്കര തിരക്കുള്ള രീതിയിലിരിക്കുന്നത്. സോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കും. ഭയങ്കര അർജൻറ്റ് ബേസിസ് അവർ എന്തെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യാനോ അങ്ങനത്തെ കോൾസൊക്കെ ഉള്ളൂ. അൽഫോൺസ് പുത്രൻ ഇപ്പം നിങ്ങളെ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റും കൂടെയാണ്, അടിപൊളി ഡയറക്ടറാണ്, ബെൽറ്റിലുള്ള മെയിൻ ആളും കൂടെയാണ്. പുള്ളി ഇപ്പോൾ കുറേ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്, ബൾട്ടി ആയിക്കോട്ടെ, UK. ആക്ച്വലി ആസ് എ ഫ്രണ്ട് അറിയുന്ന ഇദ്ദേഹത്തിന് ഇതും കൂടെ ഒരു വശമുണ്ടെന്ന്, അണ്ണന് അഭിനയം കൂടെ ഒരു വശമുണ്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാനത് ഗസ് ചെയ്തിരുന്നു. പിന്നെ പ്രേം സിനിമയിൽ അഭിനയിക്കുമ്പോഴേ
മനസ്സിലായാൻ ആൾ കോൺഫിഡൻ്റ് ആണ്. ഹി വോണ്ട്സ് ടു ഡു അങ്ങനത്തെ റോൾസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ടാവും. ഇപ്പോൾ ഒരു കമ്പോസറായിരിക്കുമ്പോൾ നമുക്കും ഒരു പാട്ട് പാടണം നമുക്കും തോന്നാം. ലൈക്ക് ദാറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. ഇൻഫാക്ട് ഇപ്പോൾ അഭിനയം പറഞ്ഞു കൊടുക്കുമ്പോഴും ആളുടെ അഭിനയം ചിലപ്പോൾ അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട് കാണാൻ. ഇതിപ്പോൾ എടാ ഇങ്ങനെ ചെയ്യ് എന്നിട്ട് നീ ഇങ്ങനെ നോക്ക് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് അതൊക്കെ ഞാൻ സെറ്റിൽ നിന്ന് കണ്ട് ഇതിൽ തോന്നുമ്പോൾ എനിക്ക് ഹി ഹാസ് എ ഫ്ലെയർ ഫോർ ഇറ്റ്. സോ ഉറപ്പായിട്ടും ഹി ക്യാൻ ഡു മോർ. മ്യൂസിക്കിലേക്ക് വരുമ്പോൾ പുള്ളിയിലും ഈ പറഞ്ഞ ക്ലിയർ ഓർഡേഴ്സ് ഉണ്ടാവുമോ? യെസ്. അൽഫോൺസിൻ്റെ ഓർഡേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അൽഫോൺസിൻ്റെ ബ്രീഫിങ് കുറച്ച് രസമാണ്. അൽഫോൺസ് അങ്ങനെ ഭയങ്കര ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്നതിനേക്കാളും പറയുന്നതിനേക്കാളും എടാ നീ ഇത് ചെയ്യുമ്പോൾ വേറൊരാൾ കേൾക്കുമ്പോൾ ആൾക്ക് എങ്ങനെ തോന്നണം അങ്ങനത്തെ ബ്രീഫിംഗ് ആണ്. ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം, അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആവണം. എടാ അങ്ങനത്തെ ഇവരുടെ ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ അങ്ങനത്തെ ഭയങ്കര വേറെ രീതിയിൽ ബ്രീഫിംഗ് ആണ്. ആ ബ്രീഫിങ്ങിനനുസരിച്ചുള്ള മ്യൂസിക് ഓട്ടോമാറ്റിക്കലി വരും. ചിലപ്പോൾ ഭയങ്കര നല്ല ഫാസ്റ്റ് പേസ്റ്റ് മ്യൂസിക്കൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നപ്പോൾ ഓഡിയൻസിന് എന്താ ഫീൽ ചെയ്യേണ്ടത്, ഈ സീൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അങ്ങനത്തെ ചർച്ചകൾ വരുമ്പോഴത്തേക്കും തന്നെ മ്യൂസിക് ഓട്ടോമാറ്റിക്കലി മാറി വരും, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പുള്ളിയുടെ ബ്രീഫിംഗ് ഭയങ്കര രസമാണ്. അതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും കൺവിൻസ് ചെയ്യാൻ പാടുള്ള ഡയറക്ടർ ഏതിലുണ്ട് മ്യൂസിക് വഴി? മ്യൂസിക് വഴി അൽഫോൺസ് തന്നെ ആയിരിക്കുള്ളൂ. അത്ര എളുപ്പമൊന്നുമല്ല. എന്ന് വെച്ചാൽ ആള് ചില സമയത്തല്ല, മോസ്റ്റ്ലി ആളൊരു ഓഡിയൻസ് ആയിട്ട് തന്നെ കാണുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്ത്. അവന് ഡയറക്ടറായിട്ട് മാത്രമല്ല ഒരു മ്യൂസിക്കിനെ കേൾക്കുന്നത്. ചില സമയം ഒരു കോമൺ മാനായിട്ട് പെട്ടെന്ന് എല്ലാം മാറ്റി വെച്ചിട്ട് അവനൊരു കോമൺ മാനായിട്ട് കണ്ട് അവനെ ചിലപ്പോൾ അവൻ എൻജോയ് ചെയ്യുന്ന രീതി കാണുമ്പോൾ ആക്ച്വലി ഇത് രസമാണോ ഇല്ലയോ എന്ന് ആളുടെ മുഖം കണ്ടാൽ ആളുടെ റിയാക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചില സാധനങ്ങൾ ചില കാര്യങ്ങളിൽ ആൾ ടെക്നിക്കലിയും കുറച്ച് സാവിയാണ്. ആൾക്ക് ടെക്നിക്കൽ കാര്യങ്ങളും അറിയാം, നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ആ ടെക്നിക്കാലിറ്റിയിൽ എന്തെങ്കിലും ഒരു ചെറിയ കടുംപിടുത്തങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ അടുത്ത് ഇല്ലടാ ഇത് വർക്കാവും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും പറ്റില്ല. എടാ എനിക്ക് വർക്കായില്ല, വിട്ട് കളഞ്ഞ അടുത്ത അത്രേ ഉള്ളൂ. 3 സിനിമയിലും അങ്ങനെയായിരുന്നു, നേരം, പ്രേമം, അതിനൊപ്പം ഗോൾഡിലും ഇങ്ങനെ. ആൾ അങ്ങനെ തന്നെയാണ്. ഇഫ് ഹി ലൈക്സ് ഇറ്റ് അല്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ പുഷിങ്. അത് ഇറ്റ്സ് ഫിക്സ്ഡ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എടാ തുടക്കം കൊള്ളാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അതൊന്നുമില്ല, തുടക്കം കൊള്ളാം, അത് കഴിഞ്ഞിട്ട് വർക്കായില്ലെങ്കിൽ മാറ്റിക്കോ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ അനിരുദ്ധിനെ റോക്ക് സ്റ്റാർ എന്ന് വിളിക്കണം. അതുകൊണ്ട് അനിരുദ്ധിനെ ഇപ്പം ബാക്കി മ്യൂസിക് കമ്പോസേഴ്സ് പാടാൻ വേണ്ടി വിളിക്കുന്നുണ്ട് സിനിമകളിൽ. ഇപ്പം ബോളിവുഡിൽ നോക്കുവാണെങ്കിൽ തന്നെ പുതിയൊരു വെബ് സീരീസിലും പുള്ളി പാടിയിട്ടുണ്ട്. പക്ഷേ ഒരു 10 കൊല്ലം മുമ്പ് ആണെന്നുണ്ടെങ്കിൽ റോക്ക് ആൻഡ് കുത്ത് എന്ന് പറഞ്ഞൊരു പാട്ട് പ്രേമത്തിലാണ് അന്ന് അനിരുദ്ധിനെ കൊണ്ട് കമ്പോസ് ചെയ്യിച്ചായിരുന്നു. ആക്ച്വലി ഇതെങ്ങനെയാണ് കാലം മുന്നേ ഇത്ര സഞ്ചരിച്ചത്? എങ്ങനെ വിളിക്കൊണ്ട് അന്ന് കമ്പോസ് ചെയ്ത്? അന്ന് ആക്ച്വലി നേരം സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് റെഡ് ജയന്റ് സിനിമാസ് എടുത്തത് കൊണ്ട് അന്ന് കൊലവറിക്ക് ഹിറ്റായിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അനിരുദ്ധിനെ നമുക്ക് ഓഡിയോ ലോഞ്ചിന് വിളിക്കാം, പുള്ളിയെ കൊണ്ട് നമുക്ക് ഓഡിയോ ലോഞ്ച് ചെയ്യിക്കാം എന്നുള്ളൊരു ചർച്ച വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയായി. അനിരുദ്ധ് അല്ലേ, ഈസ് എ ബഡ്ഡിങ് ടാലൻറ്റ്, അടിപൊളി. അപ്പോൾ പുള്ളി അങ്ങനെ അന്നത്തെ പരിചയമാണ്, അന്ന് പുള്ളി വന്ന് ഓഡിയോ ലോഞ്ചൊക്കെ ചെയ്തതിൻ്റെ പരിചയമാണ്. അത് കഴിഞ്ഞിട്ട് നേരം പ്രേമം ചെയ്ത് ഈ പാട്ട് ആര് പാടിയാൽ നന്നായിരിക്കും എന്നുള്ള ചർച്ചയിൽ പുള്ളിയുടെ ഒരു പേര് ഓട്ടോമാറ്റിക്കലി വന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും പുള്ളി പാടാൻ റെഡിയാണെന്നുള്ളതും മനസ്സിലായി. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം ചെന്നൈ പോയി നിന്നിട്ട് പുള്ളി എന്ന് ഫ്രീ ആവും നോക്കി ഞങ്ങൾ ഒരാഴ്ചയോളം നിന്നും തോന്നുന്നു. അന്നും തിരക്കായിരുന്നല്ലേ? പുള്ളി അന്നും തിരക്കായിരുന്നു. പുള്ളി അവൻ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നും നിന്നിട്ടില്ല, ഹി സ്റ്റിൽ ഗോയിങ്. സോ ഐ തിങ്ക് അന്നും തിരക്ക് തന്നെയായിരുന്നു. അന്ന് ഒരു രാത്രി ഒരു 11 മണിക്ക് റെക്കോർഡിങ്ങിന് വന്ന് രാവിലെ ഒരു 4-5 മണിക്ക് തീർത്ത് ഹാപ്പി. പുള്ളിയുടെ ഭാഗത്ത് സജഷൻസ് ഉണ്ടായിരുന്നോ? സജഷൻ അത് ഭയങ്കര സ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കമ്പോസർ സിംഗർ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സിംഗർ ഒരു കമ്പോസർ ഇപ്പം ഞാൻ ആർക്കെങ്കിലും വേണ്ടി പാടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കൂടെ കമ്പോസർ ഹാപ്പി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സിംഗറിൽ നിന്ന്. ഞാനത് ഓട്ടോമാറ്റിക്കലി കമ്പോസർ എടുത്ത് ഇത് ഓക്കെ തന്നെ അല്ലേ, ഷുവറാണോ എന്ന് ചോദിക്കും. സോ അത് തന്നെയായിരുന്നു പുള്ളിയും ആ സമയത്ത്. അങ്ങനത്തെ പുള്ളി ഒരു കമ്പോസറാണ്, അങ്ങനത്തെ ഒന്നുമില്ല. ഈസ് എ വെരി ചിൽ പേഴ്സൺ, വെരി കൂൾ പേഴ്സൺ. കൂൾ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ടു എർത്ത് ഒരാളാണ്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല അനിരുദ്ധ്. വരും, പാടും, പാടിയിട്ട് ബ്രോ വർക്കായ വെച്ചാൽ മതി എന്ന് വരെ പറയാനുള്ള ഒരു ഓപ്പൺനെസ് ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു അടിപൊളി പുള്ളി. ഇന്നത്തെ പുള്ളിയുടെ ഒരു കൂൾ മൈൻഡ് കാരണം തന്നെ ഹീസ് ഇൻ എ ഗുഡ് പ്ലേസ്. രാജേഷ് ബ്രോ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, മറാഠിയിൽ ഇപ്പോൾ പുതിയൊരു സിനിമയിൽ വരെ
വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത്രയും മൾട്ടിലിംഗ്വൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ ബൈലിംഗ്വലും കഴിഞ്ഞ് എന്താ പറയേണ്ടത് അറിയില്ല, ഇത്രയും ഭാഷകളിൽ വർക്ക് ചെയ്യുമ്പോൾ, മൾട്ടിപ്പിൾ ഭാഷയിൽ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഫേസ് ചെയ്തേക്കണം? ഡിഫിക്കൽട്ടി ഒന്നുമില്ല, ഡിഫിക്കൽട്ടി എന്നുള്ളൊരു പോയിന്റ് ഇല്ല. ആകെ ഭാഷയുടെ ഒരു പ്രോബ്ലമേ ഉള്ളൂ. അത് സ്കോർ ചെയ്ത സമയത്തേ ഉണ്ടാവുള്ളൂ. ഇവരെന്ത് ഡയലോഗായി പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടറോട് ചോദിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഡയറക്ടർ എന്താ പറയുന്നതെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ പുള്ളിയെ ഞാൻ നമുക്ക് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഇപ്പോഴൊക്കെ മറ്റേ ഓട്ടോ ജനറേറ്റഡ് സബ് ടൈറ്റിൽസ് വരുന്നുണ്ട്. സോ ഫോർ എൻ ഐഡിയ അറ്റ്ലീസ്റ്റ്. അപ്പോൾ നമുക്ക് അത് പടം നമുക്കിപ്പോൾ വരുമ്പോൾ തന്നെ അതിൽ ചെറിയ സബ് ടൈറ്റിൽ ഉണ്ടാവും, ഒരു ഐഡിയക്കെങ്കിലും. ഇപ്പോൾ തെലുങ്ക് പടം ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ അനി എന്ന് പറഞ്ഞ ഡയറക്ടർ നമ്മുടെ ഫ്രണ്ടിൻ്റെ ചെയ്തിരുന്നു, കീർത്തി സുരേഷൊക്കെ അഭിനയിച്ചു, ഉപ്പ് കപ്പൂരമ്പ് എന്ന് പറഞ്ഞിട്ട്. അത് ആമസോണിലെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ ഫുൾ സബ് ടൈറ്റിലോടെ എനിക്ക് വന്നത്. സോ അത് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ആകെ എന്താ, നമ്മൾ അവരുടെ കൾച്ചർ ചെറുതായിട്ട് അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് ബെറ്റർ. എന്ന് വെച്ചാൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ആ ഓഡിയൻസായിട്ട്. അതൊന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടി ചെറുതായിട്ടൊന്നൊരു ചെറിയ റിസർച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലാംഗ്വേജ് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഓരോ ഭാഷകളിലേക്ക് നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ അവിടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിന് മുന്നേ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ലോക്കലി എന്തെങ്കിലും കണക്ട് ചെയ്യാൻ നോക്കുമോ? ഉണ്ടാവും. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പത്തെ ആൾക്കാർക്ക് അവിടുത്തെ പൾസ് എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അവർക്ക് ഇതൊക്കെയാണ് വർക്ക് അയക്കുന്നത്, ഇതൊന്നും വർക്കായിട്ടില്ല. അത് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ എന്ത് വർക്കാവില്ല എന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാവും. അത് ആക്ച്വലി എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്? അത് കമ്പോസേഴ്സിൽ എനിക്ക് തോന്നുന്നു അത് കുറേ കൂടെ ആൾക്കാരെ എത്രമാത്രം തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് അത് എന്തുകൊണ്ടായിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ആ ചർച്ചയിൽ മനസ്സിലാവും. ചിലപ്പോൾ ആ ഡയറക്ടർ നമ്മുടെ അടുത്ത് ഇത് പറയും, ബ്രോ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയൊരു ട്രാക്കാണ്, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. സോ ദിസ് ഇസ് ദ പൾസ്, ദിസ് ഇസ് ദ ട്രെൻഡ്, ഓർ ദിസ് ഇസ് ദ പൾസ് എന്ന് അവർ പറയും. സോ എന്നാലും അതിൻ്റെ ഒരു സ്വീറ്റ് ക്രീം നോക്കി കേൾക്കാൻ നമുക്ക് മനസ്സിലാവും, ഓ ഇതാണ് അവർക്ക് വേണ്ടത്. ഒരു തരം സ്പീഡായിരിക്കാം, ചിലപ്പോൾ ഒരു തരം താളമായിരിക്കും, ചിലപ്പോൾ ഒരു തരം എന്തോ ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ നമുക്ക് കച്ച് ചെയ്യാം. അതിനെ നമ്മൾ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത്, അത് എനിക്കൊന്നും അത്രേ ഉള്ളൂ. അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലല്ലേ? ഇപ്പോൾ റിമേക്ക്, പ്രേമത്തിൻ്റെ റിമേക്കിൽ ഒരു പേരാണിക്കുന്നത് രാജേഷ് പ്രഭുവിൻ്റെ റിമേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രേമോട് ഇഷ്ടപ്പെട്ടിരുന്നു? നമ്മുടെ പ്രേമം തന്നെ. അത് ഞാൻ പടം കണ്ടിട്ടില്ല റീമേക്ക്. ആൻഡ് അതിന് ഇപ്പോൾ ഈ അൽഫോൺസിൻ്റെ അടുത്ത് തന്നെ ആ പടം ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ആ ഒരു മാജിക് ഒരിക്കൽ സംഭവിച്ചു, അതേ മാജിക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഭയങ്കര ഇമ്പോസിബിളിൻ്റെ അടുത്താണെന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് അത് ഒരിക്കലും സെയിം ആവില്ലെന്ന് ഞാൻ പറയണുള്ളൂ. ഐ മീൻ ലൈക്ക് ടു പോയിന്റ് എത്രയോ % വരെ ഇറ്റ് വിൽ ബി ഇൻകറക്റ്റ്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എക്സാക്ട്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. സോ ഒരിക്കൽ അത് നടന്നു. പിന്നെ വീണ്ടും അത് ഇപ്പോൾ പ്രേമത്തിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രേമത്തിന് ശേഷം എല്ലാവർക്കും അവരവരുടെ വഴികൾ മനസ്സിലായി. എനിക്ക് പേഴ്സണലി ഒരു വലിയൊരു ഗേറ്റ് ഓപ്പൺ ചെയ്തു. എനിക്ക് ഇനി എന്തൊക്കെ ചെയ്യാം, ഇത് വലിയൊരു ഗ്രൗണ്ട് അങ്ങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കിതിൽ നിന്ന് ഇനി അടുത്ത ഒരു വാതിൽ എന്താ തുറക്കാനുള്ളത് എന്നുള്ളൊരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ എന്തോന്നും ഓരോരുത്തർ ഓരോ സ്ഥലം ഓപ്പൺ ചെയ്യുന്നത്. സോ അങ്ങനെ അതാണ് മെയിനായിട്ട് തോന്നുന്നത്. ഇപ്പോൾ രാജേഷ് പ്രഭുവിന് പ്രേമത്തിന് ശേഷം എപ്പോഴും പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ട്? അതായത് ഇനി ഇതിൻ്റെ ഒപ്പം ഇതൊരു ബെഞ്ച് മാർക്കായി, പ്രേം സിനിമയുടെ ഒരു OST എടുക്കുകയാണെങ്കിൽ തന്നെ അത് ബെഞ്ച് മാർക്കാണ്. ഇനി ചെയ്യുന്ന അടുത്ത വർക്കിലും ഇതിൻ്റെ അടിപൊളിയാക്കണം, ഈ ബെഞ്ച് മാർക്ക് പുഷ് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് ചില ഡയറക്ടേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വരും, പ്രേമം പോലൊരു പരിപാടി വേണം എന്ന് പറഞ്ഞിട്ട്. അത് എങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല. അത് നടന്നു, അത് നമ്മൾ പുഷ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് അതുപോലെക്കാളും ഒരു സാധനത്തിനേക്കാളും അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് അതിനുവേണ്ടി മെനക്കെട്ട് ഇരുന്നാൽ തന്നെ നോട്ട് ഗോയിങ് ടു. ഭയങ്കര ഫോർമുല ബേസ്ഡ് ആവും. നമ്മൾ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഒത്തിരി ചിന്തിച്ചാൽ പിന്നെ അത് വെറുതെ ഭയങ്കര ഫുൾ മാക്സ് ആയിരിക്കും. അത് കേൾക്കുന്ന ആൾക്ക് അത് കത്തും, കേൾക്കുന്ന ആൾക്ക് അത് ഭയങ്കര അളന്ന് കുറച്ച് ചെയ്തതാണ്, ഇതൊരു ഹിറ്റാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു പാട്ടാണെന്നൊക്കെ നമുക്ക് തോന്നും. സോ ആ പ്രഷർ വരും പലപ്പോഴും. അവർ തരും, ആരെങ്കിലുമൊക്കെ വന്ന് അത് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ തോന്നും അത് അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞാണ്, അങ്ങനെ നീ അതൊരു പ്രഷറായിട്ട് എടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളി. അതിന് പ്രഷറായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. എനിക്ക് അത്ര തോന്നിയിട്ടുള്ളൂ. വേണമെങ്കിൽ സ്പോർട്ടീവായിട്ട് അച്ഛനെ ഞാൻ പൊളിക്കുക, അതിനേക്കാളും വലിയൊരു പരിപാടി ചെയ്യുന്നു വേണമെങ്കിൽ വിചാരിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വി ആർ നോട്ട് ദ സെയിം എവറി ഡേ. സോ ഇൻഫാക്ട് പടക്കളമൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ പ്രഷറൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഫ്രീ മൈൻഡായിരുന്നു. ഇപ്പോൾ വിജയ് ബാബു ചേട്ടനായിരുന്നെങ്കിലും, ദ ഹോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ആണെങ്കിലും, ഡയറക്ടർ മനു സ്വരാജ് ആണെങ്കിലും,
ദേ ആർ ലൈക്ക് യു ഡു യുവർ തിങ്. ഇപ്പോൾ അവരിപ്പോൾ ശബരിയായിട്ട് നിങ്ങൾ ശബരിയായിട്ടൊരു പാട്ട് ചെയ്യണം അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഇന്ന പാട്ടിനേക്കാളും പൊളിക്കണം അല്ലെങ്കിൽ മറ്റേ പാട്ടിനേക്കാളും തകർക്കണം അതൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു മാജിക്ക് എന്താണെന്ന് വെച്ചാൽ വന്നോട്ടെ. അങ്ങനെ വന്നപ്പോഴാണ് അപ്പോൾ ആ വിസിൽ ബിഗിൾ സോങ് ഒക്കെ പടക്കളത്തിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ പുഷ് ചെയ്തിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷെ ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മൾ വിസിലടിക്കുന്നുണ്ടാവും. ആ സീനിലും ഭയങ്കരമായിട്ട് വിസിലടിച്ചായിരുന്നു തിയേറ്ററിലൊക്കെ. വേറൊരു പാട്ട് 12 വർഷം മുമ്പ് ഇറങ്ങിയായിരുന്നു. പിന്നീട് ആ പാട്ട് 3 വർഷത്തിന് ശേഷം IPL തീം സോങ് ആയി മാറി. എന്ത് തോന്നണം ആ പാട്ട് കേട്ടപ്പോൾ? ആ പാട്ട് മനസ്സിലായി. പിസ്തനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോണ്ടുന്നത്. പിസ്ത സോങ് മേക്ക് ചെയ്തതിന് ശേഷം എപ്പോഴും വിചാരിച്ചിരുന്നു ഇത്ര വലിയ ഹിറ്റ് ആവുന്നു? ഇല്ല. അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ആകെ ഓർമ്മയുള്ളത്, ഞാൻ അതിന് സാധാരണ ഭയങ്കര എനർജി സോങ് ഒക്കെ ചെയ്യുമ്പോൾ സീറ്റിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിന്ന് പോകും. ഭയങ്കര എനർജി ആയിട്ട് നമ്മൾ തുള്ളി തുള്ളി ഇങ്ങനെ ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഭയങ്കര തുള്ളി തുള്ളി ചെയ്ത ഒരു ട്രാക്കാണ്. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും കൺവേ ആയി. അപ്പോൾ എല്ലാവരും ഡാൻസബിളായി. അതിന് IPL-ലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഓണർ. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു നല്ല രീതി വരെ. എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ പാട്ട് IPL-ലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി മുന്നേ അറിഞ്ഞിരുന്ന? ഞാൻ TV-യിലാണ് കാണുന്നത്. TV-യിലാണ് കാണുന്നത്. TV-യിൽ ധോണിയും ഇവരൊക്കെ ഡാൻസ് ചെയ്യുന്നതും ആ വലിയ വലിയ പ്രതിമകളൊക്കെ അത് അപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് കൊള്ളാമല്ലോ എന്നിട്ട് ഞാൻ പിന്നെ മ്യൂസിക് കമ്പനി ചോദിച്ചിട്ട് അവർ പാട്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. അത് എന്നെ അറിയിച്ചില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നല്ലതല്ലേ സത്യം. ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ ഞെട്ടി, ഇത് കൊള്ളാമല്ലോ, ഇതെന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ മ്യൂസിക് കമ്പനിക്ക് ചോദിച്ചു. അവർ കറക്റ്റായ ആൻസറൊക്കെ പറയാൻ പറ്റിയില്ല. പിന്നെ അവർ ഓക്കെ അതിങ്ങനെ എടുത്തു, അത് ഇറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് ഹാപ്പൻ നോ എന്നൊക്കെ. ബട്ട് യാ ഗുഡ്. ഇപ്പം മൂവീസും സീരീസിലും എനിക്കൊരു സീരീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല സീരീസിൽ ഇപ്പോൾ ഒരു വിജയ് സേതുപതി മണികണ്ഠൻ ഒരു സീരീസ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സിനിമയാണോ അല്ലെങ്കിൽ സീരീസിലേക്ക് വർക്ക് ചെയ്യുമ്പോഴാണോ സ്കോറിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ഏതാ? എനിക്കത് സീരീസാണ്. ആണല്ലേ? എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസ്, അതും ഇന്ത്യയിലെ സീരീസ് കുറച്ച് ടഫാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പുറത്തുള്ള ഫോറിൻ ലാംഗ്വേജിൻ്റെ സീരീസ് നമ്മൾ കാണുമ്പോൾ കുറേ മ്യൂസിക്കൊക്കെ ഇല്ലാതെയൊക്കെ വിടാം. പക്ഷേ ഇന്ത്യൻ നമ്മൾ റീജിയണലി നമ്മൾ കാണുമ്പോഴത്തേക്കും അതിൽ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് പ്രതീക്ഷിച്ച് പോവുകയോ പെട്ടെന്ന് ലാഗാണെന്നൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഞാൻ അസ്യൂം ചെയ്ത് പോവുകയോ എന്തോ സംഭവിക്കുന്നുണ്ട്. ഞാനാണെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഈ കാട്ടാൻ എന്നാണ് എൻ്റെ പേര്. അതിപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ ചെയ്യുമ്പോൾ ഒരു 9 എപ്പിസോഡുണ്ട്. അപ്പോൾ അതിൽ ഓരോ എപ്പിസോഡ് കാണുന്തോറും ഈച്ച് ടൈം എൻ്റെ ഐഡിയ മാറിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ചിലപ്പോൾ തോന്നും മ്യൂസിക് ചെയ്യണം, ചിലപ്പോൾ തോന്നും മ്യൂസിക് ചെയ്യേണ്ടെന്ന്. സോ അത് കറക്റ്റായിട്ട് എനിക്കൊരു സ്ഥലത്ത് ഇരിക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ സീരീസിൽ എനിക്ക് ആരെങ്കിലും ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, തിയേറ്ററിലാണ് ആൾക്കാർ ഫോഴ്സ്ഡ് ആണ് അവിടെ ഇരിക്കാൻ, കണ്ടേ പറ്റൂ. സീരീസ് അവർക്ക് എപ്പോഴെങ്കിലും പോസ് ചെയ്തിട്ട് നാളെ ബാക്കി കണ്ടാലും മതി. സോ ഇതിൽ നമ്മൾ ആരെ ഫേവർ ചെയ്യണം? സിനിമയ്ക്ക് വേണ്ടി മാത്രം ഫേവർ ചെയ്യണോ? ഓഡിയൻസിനെ ഒത്തിരി ചിന്തിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ കൂടുതലാണ് സീരീസ് എന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബട്ട് അപ്പോഴത്തന്നെ എനിക്ക് ഇത്രയും ചർച്ചകൾ തലയിൽ കൂടെ ഓടുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ടഫ്, നോട്ട് ദാറ്റ് ഈസി. സീരീസ് കുറച്ച് പാടാല്ലേ? സീരീസ് പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാടെന്ന് വെച്ചാൽ അതിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നൊരു സീൻ ചിലപ്പോൾ 6ാമത്തെ എപ്പിസോഡിലായിരിക്കും. നമ്മൾ ഈ പ്രേക്ഷകരെ 6ാമത്തെ എപ്പിസോഡ് വരെ നമ്മളിതിന് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം ആ ബാങ്കർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കൊണ്ടുപോകണമല്ലേ? കണ്ടിന്യൂറ്റിയും കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഭയങ്കര ഹൈ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നാലും അടുത്ത ഹൈ വിതിൻ ഇത്ര മിനിറ്റ്സിൽ വരില്ലേ എന്നൊരു ആകാംക്ഷ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. സോ ആ സീനിൽ ഹൈ ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് ചെയ്യും? സോ നമ്മൾ ഇവിടെ ഹൈ കൊടുക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. സോ ഇറ്റ്സ് മോർ സൈക്കോളജിക്കൽ സംടൈംസ്. രാജേഷ് പ്രോ ആസ് എ ഓഡിയൻസ് ഞെട്ടിച്ച ഒരു മ്യൂസിക് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത സിനിമയിലായിരുന്നു? എനിക്ക് ഞെട്ടിച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് 2-3 സ്കോർസിൽ എനിക്കൊന്ന് പെർഫ്യൂം എന്നൊരു സിനിമയുണ്ട്. പെർഫ്യൂം ദ സ്റ്റോറി ഓഫ് എ മർഡറർ എന്ന് പറഞ്ഞിട്ട്. ഇംഗ്ലീഷാണ്. അത് അതായത് അവൻ്റെ ഒരു കുട്ടി ജനിക്കണം. ആ കുട്ടിയുടെ മൂക്ക് അന്നോട്ട് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതായത് അവൻ എല്ലാത്തിനും സ്മെല്ല് ഇടുന്നുണ്ട്. അതായത് എല്ലാത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഗ്ലാസിൻ്റെ വെള്ളത്തിൻ്റെ അത്ര വരെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവനെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവനൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും അവൻ കണ്ണടയ്ക്കുമ്പോഴത്തേക്കും അവിടുത്തെ മാർക്കറ്റിലെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഇമേജസ് അവൻ്റെ തലയിൽ കൂടെ വരുന്നുണ്ട്. വെച്ചാൽ അവന് അതിൻ്റെ അതിന് സ്മെല്ല് കിട്ടുന്നുണ്ട്. അവിടെ മീൻ വിൽക്കുന്ന ആൾക്കാർ, അവിടുത്തെ ഒരു പൂ ചൂടിക്കൊണ്ട് പോകുന്ന ഒരു പെണ്ണ്, ഇത് വോട്ടെവർ അവിടുത്തെ എല്ലാവരും കാണാം. ഇതൊക്കെ ഒരു മ്യൂസിക്കിൽ കൂടെ
അവർ കാണിക്കുക, അവൻ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന്. നമ്മൾ ആക്ച്വലി അവൻ ഫീൽ ചെയ്യുന്നത് ഞാൻ കണ്ടുപോയി. ഓ മ്യൂസിക് കൂടെ ആളാ ആ ഒരു ബ്ലിസ്സിലിരിക്കുന്നത് ആ മ്യൂസിക് കൂടെ അവർ കാണിച്ചത്. അത് നമ്മൾ ഒട്ടും, അതായത് ഇൻവിസിബിളായ സാധനത്തിനെ നമുക്ക് പറഞ്ഞ് കാണിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് മ്യൂസിക്കാണ് ഭയങ്കരമായിട്ട് കാണിച്ചു തന്നത് എനിക്ക് പെർഫ്യൂം എന്നുള്ളൊരു പടമാണ്. അല്ലാതെ ഒത്തിരി പടങ്ങളുണ്ട് ഒട്ടും തന്നെ മ്യൂസിക്കില്ല. ഇപ്പോൾ ഈമയോ ലാസ്റ്റ് ഒരു ക്ലൈമാക്സിൽ മാത്രമേ ആ സ്കോറുള്ളൂ, അതുവരെ സൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആ ലാസ്റ്റ് ആ സ്കോർ വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്ര നേരം സ്കോർ ഉണ്ടായില്ല, അടയ്ക്കുന്ന സീനിലാണ്. ലാസ്റ്റ് ആ ക്വയറൊക്കെ വരുമ്പോഴാണ്. സോ ദാറ്റ്സ് ലൈക്ക് ഗുഡ് തോട്ട്സ്. സോ എനിക്കൊന്ന് ഇല്ലാത്ത സമയത്ത് ചില സമയത്ത് മ്യൂസിക് ചെയ്യാത്ത സീൻ കാണുമ്പോഴായിരിക്കും ഇതെന്ത് ധൈര്യത്തിൽ അവർ വിട്ടത്, കൊള്ളാം അത് തോന്നും, അതും കൊള്ളാമെന്ന് തോന്നും. ചിലപ്പോൾ ഒരു ചെറിയ സീനെ ഭയങ്കര വലുതാക്കുന്നതും ഭയങ്കര ഹൈ ആണ്. സോ ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് ആ പെർഫ്യൂം എന്നുള്ള എപ്പോഴും എൻ്റെ ക്ലാസിക് പടമാണ്. പിന്നെ ഇത് ട്രെൻഡ് റെസ്നർ, ഈ സോഷ്യൽ നെറ്റ്വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഹിന്ദി സിനിമയിലെ ഹിന്ദി സീരീസിലെ സ്കോറുകൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നല്ലോണം ട്രെൻഡ് ആവുന്നുണ്ട്. സ്കാമിൻ്റെ അടുത്ത് കഴിഞ്ഞാലും ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയൊരു സീരീസ് ഉണ്ട് ബാഡ്സ് ഓഫ് ബോളിവുഡ്. ത്രൂ ഔട്ട് അതിൻ്റെ സൂപ്പർ, അതിൻ്റെ സ്കോർ ചെയ്തേക്കുന്നതും അവർ എന്ത് കമേഴ്ഷ്യൽ സീരീസാണത്. ഫുൾ ആൻഡ് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഹൈ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ആ പടത്തിൽ. ടു ഗുഡ് ഡ്രാമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാളം സിനിമയിൽ തന്നെ മ്യൂസിക്കിൻ്റെ ലെവൽ ഇപ്പോൾ മാറുന്നുണ്ട് നല്ലോണം. മാറുന്നുണ്ട്. നേരത്തെ വെച്ച് നല്ലോണം മാറിയിട്ടില്ല ഇപ്പോൾ? നേരത്തെ വെച്ചിട്ട് ഒത്തിരി മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് ഓഡിയൻസ് കുറച്ചും കൂടെ ഇവിടെ ഭയങ്കര ആക്സെപ്റ്റിംഗ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുഷ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പുഷ് ചെയ്തില്ലെങ്കിൽ ഓഡിയൻസ് ചോദിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്കിത് അറിയാലോ, ഞാൻ പുതിയതായിട്ട് എന്താ നീ ചെയ്യുന്നത്, പുതിയതായിട്ട് എന്തെങ്കിലും എന്താ ഒന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഓഡിയൻസാണ് മലയാളം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്താൽ എന്തോ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ആ എഫേർട്ടിന് വാല്യൂ കൊടുക്കുന്ന ഓഡിയൻസാണ് ഇവിടെ. അത് ദാറ്റ്സ് വെരി, അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റോറി പറയുന്ന രീതി, ഇപ്പോൾ നിന്ന് മേക്കിംഗ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ റെഡിയാണ്. കളർ ഗ്രേഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഓഡിയൻസ് റെഡിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കളർ ഗ്രേഡിങ് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനത്തെ എഡിറ്റ് ചെയ്തു, അങ്ങനത്തെ സെൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ബിൽഡായിട്ടുണ്ട്. ആൻഡ് അവരായിട്ട് തന്നെ ബിൽഡ് ആക്കിയതാണ്. സോ ഐ തിങ്ക് എല്ലാവർക്കും ആ സ്പേസ് ഉണ്ട്. സോ പുഷ് ചെയ്തില്ലെങ്കിൽ ചോദ്യം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താണ് നമുക്കിതറിയാലോ, ഞങ്ങളിത് കേട്ടിട്ടുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും തന്നാൽ വിൽ അപ്രീഷിയേറ്റ് മോർ, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ എന്തോ ഒരു ഫോർമുല ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ആലുവ ബെൽറ്റായിട്ടുള്ള പ്രൊജക്റ്റ് പുതിയ എന്തെങ്കിലും വരുമോ? ഇനി വരണം. എൻ്റെ പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇത് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. എപ്പോഴും പുതിയ ഇനി അടുത്ത് നിവിനും ആ അൽഫോൺസും ഇങ്ങനെ ആ ബെൽറ്റ് വരുമോ? വരും വരാതെ എങ്ങോട്ടും ഇല്ല. ഒക്കെ ചെതറിപ്പോയൊക്കെ ഒന്ന് പഠിച്ചിട്ടൊക്കെ തിരിച്ച് വരാനാ. തിരിച്ച് ഒരു സ്ഥലത്ത് വരും. അതെന്തായാലും ചെയ്യും. ഇതൊരു ഹോം ഗ്രൗണ്ടാണ്. ആ ഹോം ഗ്രൗണ്ടിലേക്ക് എന്തായാലും തിരിച്ചു വന്ന് ഒരു മാച്ച് കളിക്കാതെ പോവില്ല. അതുണ്ട്. സോ ഐ തിങ്ക് എല്ലാവരും ഇപ്പോൾ പ്രാക്ടീസ് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഐ തിങ്ക് വിൽ ഓൾ കം ബാക്ക്. നൈസ്. ഉറപ്പായിട്ടും. പ്രേമിച്ചു ഉണ്ടാവോ അങ്ങനെയാണേ? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഓക്കെ, ഇനി ആ ടോപ്പിക്ക് തൊട്ടിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും പിടിക്കാം. ഇനി എന്താ വേറെ എന്തെങ്കിലും പിടിക്കാം. ഇനിയിപ്പോൾ ഒരു 40 വർഷത്തിന് ശേഷം പ്രേമം 2 ഉണ്ടാവുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിവിൻ്റെ കുട്ടി വരട്ടെ, അവരെന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും അഭിനയിച്ചാൽ മേ ബി ദാറ്റ് വിൽ ബി മേക്കിംഗ് മോർ സെൻസ്. അപ്പോൾ പക്ഷേ രാജേഷിൻ്റെ മ്യൂസിക് ചെയ്യണം ഉറപ്പായിട്ടും. അന്ന് ഞാൻ ചെറുപ്പമായിട്ടിരുന്ന ഉറപ്പായിട്ട്. അടിപൊളി. അപ്പോൾ പെഡിറ്റേറ്റീവ് ആയിക്കോട്ടെ, ഇനി രാജേഷ് മുരുകേശൻ്റെ അടുത്ത പാട്ടുകളായിക്കോട്ടെ, ഒക്കെ നമ്മുടെ മലയാളികളുടെയും ത്രൂ ഔട്ട് ദ വേൾഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. താങ്ക് യു ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു.